എടാ നീ എത്താറായോ? ആടാ ഞാൻ എത്താറായി. നിന്നെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലടാ, ഞാൻ ചർച്ച് റോഡിൻ്റെ അവിടെ ബൈക്ക് വെച്ച് നടന്നല്ലേ വന്നത്. എന്നാരും കണ്ടില്ല. എടാ എന്താ സംഭവിച്ചത്? എടാ എന്താ പ്രശ്നം? ആരാവൻ? കിഷോർ, എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണവൻ. ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് നേരമായിരുന്നു. 1-2 പെഗ് കഴിച്ച് ഞാൻ നിർത്തി. പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിലെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്നവരുണ്ട്. കൂടുതലൊന്നും എനിക്ക് അറിയില്ലടാ. എടാ മരിച്ചെന്ന് ഉറപ്പാണോ? അറിയില്ലടാ, അവിടെ ആകെ ബ്ലഡ് കെട്ടി കിടക്കുക. എടാ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നീ വാ. എവിടെ അവ? എവിടെ? എടാ സത്യമായിട്ട് അവ ഇവിടെ ഉണ്ടായിരുന്നടാ, ഞാൻ കണ്ടതാടാ. എടാ സത്യമായിട്ട്. എന്നിട്ട് അവ എവിടെ? എടാ സത്യം, അവന്റെ കയ്യിലൊക്കെ ബ്ലഡ് ആയിട്ട് അവ ഇവിടെ ഉണ്ടായിരുന്നതാ. നിനക്ക് പലതും തോന്നും. നീ വാ 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 വാ. ചുമ്മാതല്ല, ഈ ഭാഗത്ത് നിന്നാലേ മരിച്ചു പോയ നിന്റെ അപ്പൂപ്പൻ വരെ മുമ്പേ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും, മനുഷ്യനെ വട്ടാക്കാനായിട്ട്. നീ ഇരി. എടാ ഇത് മുഴുവൻ കുടിച്ചത് അവനാണ്. ഞാൻ 2 പെഗ് മാത്രമേ കഴിച്ചുള്ളൂ. നീ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും. ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ട്. നീ ഒന്ന് പോയേ. ഇവിടെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. നമുക്കിതാ ഇവനെ ഫിനിഷ് ചെയ്തിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം. രാവിലെ എണീക്കുമ്പോൾ കെട്ടൊക്കെ വിട്ട് എല്ലാം ഓക്കെ ആവും. നിനക്ക് എന്താണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഞാൻ വെള്ളം ഒഴിച്ച് ബോധമില്ലാതെ പിച്ചും പയും പറയണമെന്നാണ് നീ വിചാരിക്കുന്നത്? ഓക്കെ ഓക്കെ, റിലാക്സ് റിലാക്സ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇതിനെപ്പറ്റി സംസാരിക്കാം. നീ ഒന്ന് കൂളാവും. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയിരി. ഞാൻ പോയി ആരാ നോക്കിയിട്ട് വരാം. ഓക്കെ. ആരാ? എന്താ കാര്യം? ഇവിടെ എന്താടാ ഒരു ഒച്ചയും ബഹളമൊക്കെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? പോലീസ്. നിന്നെ കണ്ടിട്ടെന്തോ പന്തിക്കണുണ്ടല്ലോ. സത്യം പറയടാ, ഇവിടെ എന്താ നടക്കുന്നത്? സാർ ഇവിടെ പ്രശ്നമൊന്നുമില്ല സാറേ. എന്താ കാര്യം? കുറച്ചു സമയമായിട്ട് വല്ലാത്ത ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ഇവിടെ പരിപാടി? സാർ ഇതെന്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റാ. ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെടാ? സാർ അവൻ ആ റൂമിലാണ് സാർ. അവൻ അല്പം ഫിറ്റാണ് സാർ. അവൻ പറയുന്നൊന്നും കാര്യമാക്കരുത്. കാര്യമാക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സത്യം പറയടാ, ആരാടാ ഇത്? സാർ എനിക്കറിയില്ല സാറേ. ഞാൻ റോഷൻ മാത്രം ഉണ്ടായിരുന്നു സാർ ഇവിടെ. നീ എന്താടാ പൊട്ടം കളിക്കാം? സാറേ എനിക്കറിയില്ല. ഇങ്ങോട്ട് മാറിക്കടാ. Don't move.
ഇതാണ് അയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയ കേസാണല്ലോ മാഡം. എനിക്കിപ്പോഴും ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഡോക്ടർക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഈ കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ, പറയാം. അതിനു മുമ്പ് സാർ അവിടെ കണ്ട ഇൻസിഡൻസ് ഒന്ന് പറയാമോ? സോ എനിക്ക് ഈ കേസ് കുറച്ചുകൂടി കൺവിൻസിംഗ് ആക്കി പറഞ്ഞുതരാൻ പറ്റും. ഷുവർ. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്നും താമസിച്ചാണ് ഞാൻ റൂമിലെത്തിയത്. എൻ്റെ റൂമിനടുത്തുള്ള റൂമിൽ നിന്നും ചില ഒച്ചയും ശബ്ദങ്ങളും കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അവിടെ എന്തോ ഒരു പന്തികേട് തോന്നിയതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അകത്തു നിന്നെന്തോ അലർച്ച കേട്ടു. ഞാൻ കഥ തുറക്കുമ്പോൾ കാണുന്നത് ഇയാൾ സ്വയം തല ഭിത്തിയിലിടിക്കുന്നതാണ്. ഹി വാസ് ട്രൈങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇയാളാണ് ക്രിസ്റ്റി, എൻ്റെ പഴയൊരു പേഷ്യൻ്റാണ്. ശരിക്കും എന്താണ് ഇയാളുടെ പ്രോബ്ലം? എനി സൈക്കോളജിക്കൽ ഡിസോർഡർ? യെസ്, എ സിവിയർ സൈക്കോളജിക്കൽ ഡിസീസ്. ഹീ ഈസ് സഫറിംഗ് ഫ്രം സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയ? ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും പ്രവർത്തനശേഷിയെയും ബാധിക്കുന്ന വളരെ സീരിയസ് ആയ ഒരു മാനസിക രോഗമാണിത്. അതിതീവ്രമായ വിഭ്രാന്തിയിൽ രൂപപ്പെടുന്ന ചിന്തകളുടെ ചുഴിയിൽ മനസ്സകപ്പെടുന്ന ഒരവസ്ഥ. ഇനി ക്രിസ്റ്റി പറഞ്ഞ കഥയിലെ സംഭവങ്ങളെ ഫ്രെയിം ബൈ ഫ്രെയിമായി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യാതൊരു വിശദീകരണങ്ങൾക്കും തിരുത്താൻ പറ്റാത്ത വിധത്തിലുള്ള വിചിത്രമായ ആശയങ്ങൾ, മറ്റുള്ളവർക്ക് കേൾക്കുവാൻ കഴിയാത്ത സാങ്കല്പിക ശബ്ദങ്ങൾ കേൾക്കുക, ഭയം തോന്നുക, സാങ്കല്പിക വ്യക്തികളുമായി സംസാരിക്കൽ, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് അക്രമാസക്തരാവുക, ആത്മഹത്യാ പ്രവണത, ഇവയൊക്കെയാണ് ഈ രോഗത്തിന് ചില ലക്ഷണങ്ങൾ. ഒന്നോ രണ്ടോ മുഖങ്ങളല്ല, 1000 മുഖങ്ങളും സ്വഭാവങ്ങളുമുള്ള വളരെ പാതറ്റിക് ആയ ഒരു ഉന്മാദാവസ്ഥയാണ് ഈ രോഗം. അപ്പോൾ ഇതിലെ റോഷൻ കാർത്തിക് ഇവരെല്ലാം? ഇത് അയാളുടെ പഴയൊരു FB ഫോട്ടോ ആണ്. ഒരു പക്ഷേ അയാളുടെ താളം തെറ്റിയ ചിന്തയിലും കണ്ടത് ഇവരെയാവാം. ഈ രോഗം വരാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണ് ഡോക്ടർ? ചില അൺനോൺ കെമിക്കൽ റിയാക്ഷൻസ്, മെന്റൽ സ്ട്രെസ്, ബൈ DNA, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഈ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും the exact reasons for this disease are still unknown. എനിക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? Sure, but അയാളോടൊന്നും ചോദിക്കരുത്. പലതരം ചിന്തകളുടെ ഫ്രെയിമുകളിൽ മനസ്സ് ഡെഡ്ലോക്ക് ആയി പോയൊരവസ്ഥയിലാണ് അയാൾ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒന്നോ രണ്ടോ മുഖങ്ങളല്ല, 1000 മുഖങ്ങളും സ്വഭാവങ്ങളും വളരെ പാതറ്റിക് ആയ ഒരു ഉന്മാദാവസ്ഥ.